1935 ഏപ്രിൽ 1 ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായിട്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വരുന്നു. പക്ഷെ ഒരു പ്രത്യേകത എന്നുള്ളത്, റിസർവ് ബാങ്ക് നിലവിൽ വരുന്ന സമയത്ത് അതൊരു സ്വകാര്യ ബാങ്ക് ആയിരുന്നു എന്നുള്ളതാണ്. സ്വകാര്യ ബാങ്ക് എന്നർത്ഥം അതിൻ്റെ ഭൂരിപക്ഷ ഉടമസ്ഥരും സ്വകാര്യ വ്യക്തികളായിരുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ 1949 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം നമ്മുടെ കേന്ദ്ര സർക്കാർ ഈ സ്വകാര്യ വ്യക്തികളിൽ നിന്നെല്ലാം തന്നെ ഷെയർ ഗവൺമെന്റ് ഏറ്റെടുക്കുകയും നമ്മുടെ റിസർവ് ബാങ്കിനെ ദേശസാൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട്. 1949 മുതൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ പൂർണ്ണ ഉടമസ്ഥതയിലുള്ള ബാങ്കാണ് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ആദ്യകാലങ്ങളിൽ RBIയുടെ പ്രവർത്തനങ്ങൾ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത്. നമ്മുടെ രാജ്യത്തെ കാർഷിക മേഖല പോലുള്ള മേഖലകളുടെ വികസനത്തിന് RBI വലിയ രീതിയിലുള്ള പങ്കുകൾ വഹിച്ചിരുന്നു. എന്നാൽ 1991 നമ്മുടെ രാജ്യത്ത് പുത്തൻ സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയതിനു ശേഷം RBIയുടെ ശ്രദ്ധ വികസനങ്ങളിൽ നിന്ന് മാറി മുഴുവനായും നമ്മുടെ രാജ്യത്തെ പണവിപണിയും പണത്തിന്റെ സർക്കുലേഷനുമായി ബന്ധപ്പെട്ട് നിന്നിരുന്നു. അതായത് ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തെ പണപ്പെരുപ്പം നിയന്ത്രിക്കുക, പണവിപണിയെ നിയന്ത്രിക്കുക, അതുപോലെ തന്നെ വിദേശ നാണ്യത്തിന്റെ കരുതൽ സൂക്ഷിപ്പുകാരനായിട്ട് മാറുക, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ 91 ശേഷം RBI കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. RBIയുടെ ചരിത്രം പറയുമ്പോൾ നമുക്ക് രസകരമായിട്ടുള്ള ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. അതായത് നമ്മുടെ രാജ്യത്തിന്റെ കേന്ദ്ര ബാങ്ക് മാത്രമായിരുന്നില്ല RBI. പകരം നമുക്ക് 2 അയൽക്കാരുണ്ട്, ഒന്ന് ബർമ്മ, ഒന്ന് പാകിസ്ഥാൻ. ഇവരുടെ രണ്ടുപേരുടെയും കേന്ദ്ര ബാങ്കായിട്ടും RBI പ്രവർത്തിച്ചിട്ടുണ്ട്. അത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. 1947 വരെ ബർമ്മയുടെയും, എന്നാൽ സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം 48 വരെ പാകിസ്ഥാന്റെയും കേന്ദ്ര ബാങ്കായിട്ട് RBI പ്രവർത്തിച്ചിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് സാധനങ്ങളുടെ വില ഉയരുന്ന ഒരു പ്രക്രിയനെ വിളിക്കുന്ന പേരാണ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പണപ്പെരുപ്പം എന്ന് പറയുന്നതല്ലേ. നമുക്കറിയാം, നമ്മുടെ ദൈനംദിനം ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വില വലിയ രീതിയിൽ ഉയരുന്ന ഒരു പ്രതിഭാസം നമ്മുടെ രാജ്യത്ത് കാണാറുണ്ട്. ഇത്തരത്തിലുള്ള ഇൻഫ്ലേഷൻ രാജ്യത്ത് സംഭവിക്കുമ്പോൾ RBI അത് നിയന്ത്രിക്കാനായി പ്രഖ്യാപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട നയമുണ്ട്. അതിൻ്റെ പേരാണ് പണനയം എന്ന് പറയും. നമ്മൾ പലപ്പോഴും ന്യൂസിൽ കാണുന്ന ഒരു കാര്യമാണ് RBI റിപ്പോ നിരക്കുകളിൽ മാറ്റം വരുത്തി എന്നുള്ളത്. ചില സമയങ്ങളിൽ റിപ്പോ നിരക്കുകൾ ഉയർത്തുന്നതായിട്ടും റിപ്പോ നിരക്കുകൾ കുറയ്ക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതെല്ലാം തന്നെ പണനയത്തിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്ത് പണപ്പെരുപ്പം അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ നിയന്ത്രിക്കാൻ RBI ഉപയോഗിക്കുന്ന ഉപാധികളാണ്. RBI നമ്മുടെ രാജ്യത്തെ ബാങ്കിങ് സ്ഥാപനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും വായ്പകളെ നിയന്ത്രിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്തെ വിദേശ നാണ്യത്തിൻ്റെ കരുതൽ സൂക്ഷിപ്പുകാരാണ് RBI. ഇത്തരത്തിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ കേന്ദ്ര ബാങ്ക് വഹിക്കുന്നുണ്ട്.